നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മീൻകുന്നത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് മറിഞ്ഞ് അപകടം. യുവാക്കൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് ആറൂർ സ്വദേശികൾ. അപകടമുണ്ടായത് ഞായറാഴ്ച രാത്രി 7ഓടെ മീൻകുന്നം പള്ളിക്ക് സമീപം. മൂവാറ്റുപുഴ നഗരസഭാ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചു. ആദ്യ ദിനം ആദ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച 22ാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി KS ജയകൃഷ്ണൻ നായർ. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സലാവുദ്ദീൻ പുല്ലത്തിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നഗരസഭാ തെരഞ്ഞെടുപ്പ് UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നു. ജില്ലാ നേതാക്കൾ ഉൾപ്പെട്ട ചർച്ചകൾ തുടരുന്നു. പ്രൈവറ്റ് കമ്പനിക്ക് നിർമ്മാണാനുമതി നൽകി. പായിപ്ര പഞ്ചായത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരവുമായി കുടുംബം. പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല. സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി. വാളകം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. മേക്കടമ്പ് MIN സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് കൺവെൻഷൻ നടത്തിയത്. മുൻ MLAയുമായ ബാബു പോൾ ഉദ്ഘാടനം ചെയ്തു. മീൻകുന്നത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. മീൻകുന്നം പള്ളിക്ക് സമീപം ഞായറാഴ്ച രാത്രി 7ഓടെ ഉണ്ടായ അപകടത്തിൽ ആറൂർ സ്വദേശികളാണ് മരിച്ചത്. മീൻകുന്നത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. ആറൂർ സ്വദേശികളായ വാലാപ്പറമ്പിൽ ആൽബിൻ MK, കൈപ്പംതറത്തിൽ ശ്യാംജിത്ത് എന്നിവരാണ് മരിച്ചത്. കൂത്താട്ടുകുളം MC റോഡിൽ മീൻകുന്നം പള്ളിക്ക് സമീപം ഞായറാഴ്ച രാത്രി 7 മണിയോടെയാണ് അപകടമുണ്ടായത്. മൂവാറ്റുപുഴയിലേക്ക് വരികയായിരുന്ന യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇരുവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നഗരസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചു. ആദ്യ ദിനം ആദ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച 22ാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി KS ജയകൃഷ്ണൻ നായർ. മൂവാറ്റുപുഴ നഗരസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചതോടെ ആദ്യ ദിനം ആദ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് 22ാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി KS ജയകൃഷ്ണൻ നായർ. നഗരസഭയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് ആദ്യമായി പ്രചരണം ആരംഭിച്ച ജയകൃഷ്ണൻ നായർ ആദ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സ്ഥാനാർത്ഥിയെന്ന പ്രത്യേകത കൂടിയുണ്ട്. തിങ്കളാഴ്ച രാവിലെ 11ഓടെ മൂവാറ്റുപുഴ DEO ഓഫീസിലെത്തി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സലാവുദ്ദീൻ പുല്ലത്തിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 2 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലെ 22ാം നമ്പർ വാർഡിൽ ഒരംഗമായി തെരഞ്ഞെടുക്കുന്നതിനുള്ള സ്ഥാനാർത്ഥിയായ KS ജയകൃഷ്ണൻ നായർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ശക്തമായ പ്രചരണമാണ് നടത്തിവരുന്നതെന്നും വിജയപ്രതീക്ഷയുണ്ടെന്നും ജയകൃഷ്ണൻ പറഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭ മാറാടി UP സ്കൂൾ വാർഡ് 22 സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണമെന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. പ്രചരണ രംഗത്ത് നല്ല രീതിയിൽ പ്രചരണം നടക്കുന്നു. ഒന്ന് ഞാൻ ആ വാർഡിനെ 2 പ്രാവശ്യം പ്രതിനിധീകരിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് നല്ല പ്രതീക്ഷയാണുള്ളത്. മുൻപ് 2 തവണ UDF കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ജയകൃഷ്ണൻ ഈ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയായിരുന്നു. ജയകൃഷ്ണന് പുറമെ 25ാം വാർഡ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന P രജിത, 23ാം വാർഡ് ഹൌസിംഗ് ബോർഡ് BJP സ്ഥാനാർത്ഥി T ചന്ദ്രൻ എന്നിവരും ആദ്യ ദിനം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നഗരസഭാ ചെയർമാൻ PP എൽദോസിനൊപ്പം എത്തിയാണ് P രജിത 3 സെറ്റ് പത്രിക സമർപ്പിച്ചത്. മുനിസിപ്പാലിറ്റിയിലെ 25ാം നമ്പർ വാർഡിൽ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള സ്ഥാനാർത്ഥിയായി രജിത P എന്ന ഞാൻ നിയമാനുസൃതം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനാശക്തിയും ഉപയോഗിച്ച് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും.
ജനങ്ങൾ ഒന്നടങ്കം UDF-നെ തെരഞ്ഞെടുക്കുമെന്ന് പി. രജിത പറഞ്ഞു. ജനങ്ങളെ ഒന്നടങ്കം UDF-നെ തെരഞ്ഞെടുക്കുമെന്നും എനിക്ക് ആ വാർഡിൽ പ്രവർത്തിക്കാൻ ഒരു അവസരം 5 വർഷത്തേക്ക് അവരിൽ ഒരാളായി അവർക്ക് വേണ്ടി മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി അവരൊരു അവസരം തരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇവിടെ വന്ന് ഞാൻ നോമിനേഷൻ കൊടുത്തിരിക്കുന്നത്. BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PP സജീവിനും ജനറൽ സെക്രട്ടറി അരുൺ P. മോഹനും BJP പ്രവർത്തകർക്കുമൊപ്പമാണ് T. ചന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. വിശ്വാസവും പൂർവ്വം പ്രവർത്തനവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുന്നതിന് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ കലാസംഖ്യയോ മമതയോ വാത്സല്യമോ ഉദ്ഘോഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങളും എല്ലാവരെയും വിശ്വസ്തരും എൻ്റെ പരമാവധി കഴിവും വിവേചന ശക്തിയെ ഉപയോഗിച്ച് നിർവഹിക്കുവാനായി ഈശ്വരൻ നമുക്ക് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. BJP-യെ സംബന്ധിച്ച് മൂവാറ്റുപുഴ നഗരസഭയുടെ വികസന പ്രവർത്തനത്തിന് ഊന്നൽ നൽകാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പാണിതെന്നും മൂവാറ്റുപുഴ നഗരസഭയിലെ നിർണായക ശക്തിയായി BJP മാറുമെന്നും T. ചന്ദ്രൻ പറഞ്ഞു. BJP മൂവാറ്റുപുഴ നഗരസഭയിൽ ഒരു നിർണായക ശക്തിയായി ഈ തെരഞ്ഞെടുപ്പിൽ മാറും. ഞങ്ങൾ നിലവിൽ 2 സീറ്റാണ് ഞങ്ങൾക്ക് ഉള്ളത്. അത് നിലനിർത്തുന്നതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലേക്ക് കടന്നു കയറുവാനും ഇന്ന് BJP-ക്ക് സാധിക്കും എന്ന ആത്മവിശ്വാസമാണ് മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ നോമിനേഷൻ കൊടുക്കുന്നതോടുകൂടി എനിക്ക് ഉള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തും. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നഗരസഭാ തെരഞ്ഞെടുപ്പ് UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നു. മാരത്തോൺ ചർച്ചകൾ നടത്തിയിട്ടും ചില വാർഡുകളിലെ തർക്കം പരിഹരിക്കാൻ കഴിയാത്തതിനാൽ നഗരസഭയിൽ UDF സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം വൈകുന്നു. UDF-ലെ സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയായ വാർഡുകളിൽ ഇന്നലെ ജില്ലാ നേതാക്കൾ ഇടപെട്ട് ചർച്ചകൾ നടത്തിയെങ്കിലും നഗരസഭ 1-ാം വാർഡിലെ തർക്കം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റ് 2 വാർഡുകളിൽ കൂടി തർക്കമുണ്ടെങ്കിലും ഇത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് നേതൃത്വം പറയുന്നത്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. പായിപ്ര പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് കമ്പനിക്ക് അനധികൃതമായി നിർമ്മാണാനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് സത്യാഗ്രഹ സമരവുമായി പ്രദേശവാസിയായ കുടുംബം രംഗത്ത്. പ്രശ്നപരിഹാരമാകുന്നതുവരെ പഞ്ചായത്തിന്റെ പ്രവർത്തന സമയങ്ങളിൽ സമരം തുടരാനാണ് കുടുംബത്തിന്റെ തീരുമാനം. പായിപ്പട പഞ്ചായത്ത് 4-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് കമ്പനിയിൽ നിന്നുള്ള രൂക്ഷമായ പുകശല്യം മൂലം ദുരിതത്തിലായ കുടുംബം പ്രതിഷേധവുമായി രംഗത്ത്. പ്ലൈവുഡ് കമ്പനി ആരംഭിക്കാൻ പഞ്ചായത്ത് അധികൃതർ അനധികൃതമായി നിർമ്മാണാനുമതി നൽകിയതിൽ പ്രതിഷേധിച്ചാണ് പ്ലൈവുഡ് കമ്പനിക്ക് സമീപം താമസിക്കുന്ന തേക്കുംകാട്ടിൽ വേലായുധനും ഭാര്യയും വൈകല്യം നേരിടുന്ന ഭിന്നശേഷിക്കാരനായ മകനും അടങ്ങുന്ന കുടുംബം തിങ്കളാഴ്ച രാവിലെ മുതൽ പായിപ്പട പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. പ്ലൈവുഡ് കമ്പനിയിൽ നിന്നും രൂക്ഷമായ പുകശല്യമാണ് നേരിടുന്നതെന്നും കളക്ടർക്കുൾപ്പെടെ നിരവധി തവണ പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണം നടത്തിയെന്നും കൂടുതൽ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ആരോപിച്ചാണ് കുടുംബം സമരവുമായി രംഗത്തെത്തിയത്. 5 സെന്റ് സ്ഥലവും വീടും വാങ്ങി നൽകാമെന്ന് കമ്പനി പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് യാതൊരു തുടർ നടപടിയും സ്വീകരിച്ചില്ലെന്ന് വേലായുധൻ പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിലേക്ക് ഭയങ്കര പുക. രാത്രി കിടക്കാൻ പറ്റില്ല, പകലും കിടക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് 5 സെന്റ് സ്ഥലവും വരെ മേടിച്ചിടാൻ പറഞ്ഞു. അതുമില്ല. പഞ്ചായത്തിന്റെ പേപ്പറൊക്കെ ഇത് അവർ തിരിഞ്ഞു നോക്കണല്ല. ഇതൊക്കെ ഇത്ര കയറിയിരുന്ന പേപ്പറുകളാണ്. ആദ്യം പറഞ്ഞായിരുന്നു നിങ്ങളുടെ വീട് വേണ്ട, അത് വിൽക്കണ്ട, ഞങ്ങൾക്ക് 5 സെന്റ് സ്ഥലവും വരെ മേടിച്ചിടാന്ന് പറഞ്ഞു. വിഷയത്തിൽ ഉടനടി നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നെങ്കിലും പഞ്ചായത്ത് അധികൃതരോ മലിനീകരണ വകുപ്പ് അധികൃതരോ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നും വേലായുധന്റെ കുടുംബത്തിന് നീതി കിട്ടുന്നതുവരെ ഒപ്പം നിൽക്കുമെന്ന് പ്രദേശവാസിയായ കരീം പറഞ്ഞു. കളക്ടർ സഡൻ ആക്ഷൻ എടുക്കാൻ പറഞ്ഞ് ഓർഡർ കൊടുത്തിട്ടും ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്ന് ആൾക്കാർ നേരെ പോയത് കമ്പനിയിലേക്കാണ്. ഇവർ വീടോ കാണാൻ വന്നില്ല. അപ്പം ഈ കൊച്ചിനിപ്പോൾ ആ വീട്ടിൽ കിടന്നാലും ഇതാ 60% ഭിന്നശേഷിക്കാരനെ 25 വയസ്സായി. ഈ കൊച്ചിനെ കണ്ടാൽ നമുക്കറിയാലോ. ഇനിയിപ്പോൾ ആ വീട്ടിൽ കിടന്നാലും ഈ പഞ്ചായത്തിൽ കിടന്നാലും അവസ്ഥ ഒന്ന് തന്നെയാണ്. അപ്പം ഞങ്ങൾ ഇതിൽ രാഷ്ട്രീയ വേറെ കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ സംഭവം എന്ന് വെച്ചാൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. എന്നാൽ ആരും ഇതിലേക്ക് പരസ്യമായിട്ട് ബന്ധപ്പെടാനില്ല. അതുകൊണ്ട് ഇതിന് ശാശ്വത പരിഹാരം ഒറ്റ മുദ്രാവാക്യമേ ഉള്ളൂ. വേലായുധൻ ചേട്ടനും കുടുംബത്തിനും നീതി കിട്ടണം. അച്ഛാ അവർക്ക് ചോദിക്കാനും പറയാനും വേറെ ആരുമില്ല. തുടർന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി പ്ലൈവുഡ് കമ്പനി മാനേജ്മെന്റുമായി ബന്ധപ്പെടുകയും വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. വേലായുധന്റെയും കുടുംബത്തിന്റെയും ആവശ്യം പരിഹരിച്ചു കൊടുക്കാൻ സാധിക്കുന്നതെല്ലാം ചെയ്യുമെന്ന് മാത്യൂസ് വർക്കി പറഞ്ഞു.
ജന്മന വൈകല്യമുള്ള ഒരു കുട്ടിയാണ്, രഞ്ജിത്ത് എന്നു പേരുള്ളൊരു കുട്ടിയാണ് വേലായുധനുള്ളത്. ശ്വാസം മുട്ടും അതുപോലെയുള്ള ബുദ്ധിമുട്ടും കാരണം ദിവസവും രാത്രി കിടന്ന് ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഇങ്ങനെയുള്ള പരാതികൾ അത് വളരെ ഗൗരവമായി എടുത്ത് കമ്പനി മാനേജ്മെൻറ്റ് അതിനൊരു പരിഹാരം കാണേണ്ടത് ആവശ്യമാണ്. കമ്പനി അധികൃതരെ വിളിച്ചു സംസാരിച്ചു. അവരോട് അടിയന്തരമായി ഈ കാര്യം സംസാരിക്കാൻ എവിടെയെങ്കിലും വച്ച് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു തിരഞ്ഞെടുപ്പിൻ്റെ സമയമായതുകൊണ്ട് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ അനൗചിത്യമായതുകൊണ്ട് മാത്രം പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇക്കാര്യത്തിൽ ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല. എന്തായാലും ഇത് പരിഹരിക്കാൻ ആവശ്യമായൊരു പ്രവർത്തനം ജനങ്ങളുടെ ഈ കഷ്ടപ്പാടിനും ഈ കുടുംബത്തിൻ്റെ കഷ്ടപ്പാടിനും ഒക്കെ അറുതി വരുത്താനുള്ള പ്രവർത്തനം തീർച്ചയായും അതിന് മുൻകൈ എടുക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. പ്രശ്നപരിഹാരമാകുന്നതുവരെ പഞ്ചായത്തിന്റെ പ്രവർത്തന സമയങ്ങളിൽ സമരം തുടരാനാണ് കുടുംബത്തിന്റെ തീരുമാനം. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. വാളകം പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. മേക്കടമ്പ് MIN സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷൻ CPI ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLAയുമായ ബാബു പോൾ ഉദ്ഘാടനം ചെയ്തു. CPI വാളകം ലോക്കൽ സെക്രട്ടറി CJ സാബു അധ്യക്ഷത വഹിച്ചു. ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ജേക്കോ ഡയമണ്ട്സ് തൊടുപുഴ. ആയവന കളപ്പുരയിൽ പരേതനായ സുകുമാരന്റെ ഭാര്യ തങ്കമ്മ 93 നിര്യാതയായി. സംസ്കാരം നടത്തി. മക്കൾ ഷീല, സാബു, ശൈല. മരുമക്കൾ പരേതനായ രമണൻ, സരള, സുരേന്ദ്രൻ. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.